സ്മാർട്ട് ബിൽഡ് ആപ്ലിക്കേഷൻ്റെ ഡെമോ പ്രസൻറ്റേഷൻ ആണ് ഞാനിവിടെ പറയുന്നത്. നമ്മുടെ സോഫ്റ്റ്വെയർ ക്ലൗഡ് ബേസ്ഡ് ആണ്. ബിൽഡേഴ്സ്, കോൺട്രാക്ടേഴ്സ്, ആർക്കിടെക്ട്സ് ഇവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർ ചെയ്യുന്ന ഓരോ പ്രോജക്റ്റിൻ്റെ ഓപ്പറേഷൻ സൈഡും അക്കൗണ്ട് സൈഡും മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സോഫ്റ്റ്വെയർ നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഈ സോഫ്റ്റ്വെയർ ക്ലൗഡ് ബേസ്ഡ് ആണ്, അതുകൊണ്ട് നെറ്റ് ഉണ്ടെങ്കിൽ എവിടുന്ന് വേണമെങ്കിലും ലോഗിൻ ചെയ്യാൻ പറ്റും. യൂസർ ഐ ഡി പാസ്വേഡ് വെച്ച് പ്രൊട്ടക്റ്റഡ് ആണ്. ഏത് കമ്പനിയാണോ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ആ കമ്പനിയുടെ പേരിൽ ഒരു ഡൊമൈനും അതുപോലെ തന്നെ സെർവറും എടുത്തിട്ടാണ് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ കമ്പനിയുടെ വാട്ടർമാർക്ക് ലോഗോ ഒന്നും സോഫ്റ്റ്വെയറിൽ ഉണ്ടാവില്ല. ഒരു ഓൺ സോഫ്റ്റ്വെയർ ആയിട്ട് തന്നെ ഏത് കമ്പനിക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ വെബ് ആപ്ലിക്കേഷൻ്റെ അകത്തേക്ക് ലോഗിൻ ചെയ്യാണ് യൂസർ ഐ ഡി പാസ്വേഡ് വെച്ചിട്ട്. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു ഡാഷ്ബോർഡ് കിട്ടും. ഈ ഡാഷ്ബോർഡിൽ സോഫ്റ്റ്വെയറിൽ ഓൺ ഗോയിങ് പ്രോജക്റ്റ് എത്രയുണ്ട്, കംപ്ലീറ്റഡ് എത്രയുണ്ട്, ഈ മാസം എത്ര ഇൻകം വന്നു, എത്ര എക്സ്പെൻസ് ആയിട്ടുണ്ട്. ഈ ഇൻകം എക്സ്പെൻസ് മൊത്തം പ്രോജക്റ്റിൻ്റെ റിപ്പോർട്ടായിട്ടാണ് കാണാൻ പറ്റുക. ഡീറ്റെയിൽ ഇന്നർ പേജിൽ കാണാൻ പറ്റും. ഇത് ഒരു ക്വിക്കായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഈ മാസം എത്ര വന്നിട്ടുണ്ടെന്നുള്ളത്. പിന്നെ ഇന്നത്തെ റിപ്പോർട്ട്, ഇന്നത്തെ ലേബറിൻ്റെ റിപ്പോർട്ട്, സ്റ്റാഫിൻ്റെ റിപ്പോർട്ട്, പർച്ചേസ് റിപ്പോർട്ട്, പർച്ചേസ് ഓർഡർ, ബില്ല്, സ്റ്റോക്ക്, പിന്നെ ഡെയിലി നോട്ട്, റിമൈൻഡേഴ്സ്, ഡെയിലി ടാസ്ക്, TA ഇതൊക്കെ ഇന്നത്തെ റിപ്പോർട്ടായിട്ട് കാണാൻ പറ്റും. പിന്നെ സ്റ്റാഫിൻ്റെ ആക്ടിവിറ്റി റിപ്പോർട്ട്, സ്റ്റാഫ് ഏതൊക്കെ ടൈമിൽ ലോഗിൻ ചെയ്തു, ലോഗ് ഔട്ട് ചെയ്ത ഡീറ്റെയിൽ. പിന്നെ പ്രോജക്റ്റിൻ്റെ ടാസ്ക് റിപ്പോർട്ട് ഉണ്ട്. പ്രോജക്റ്റിനുള്ളിൽ നമ്മൾ ടാസ്ക് കൊടുക്കുന്നുണ്ട്. ആ ടാസ്കിൻ്റെ റിപ്പോർട്ട് നമുക്ക് പെർസെൻറ്റേജ് രൂപത്തിൽ കാണാൻ പറ്റും. പിന്നെ നമ്മളിവിടെ ഒരു കലണ്ടർ കൊടുത്തിട്ടുണ്ട്. കലണ്ടറിൽ ഏതൊക്കെ ഡേറ്റിൽ പ്രോജക്റ്റ് ഫിനിഷ് ചെയ്യാണ്ട്, അതുപോലെ ഏതൊക്കെ ടാസ്കുകളുണ്ട്, ഏതൊക്കെ ഡേറ്റിൽ ഫിനിഷ് ചെയ്യാണ്ട്, പിന്നെ എൻക്വയറികൾ ഏതൊക്കെ ഉണ്ട് നമുക്ക് ഫോളോ അപ്പ് ചെയ്യാനുള്ളത്, ഇതൊക്കെ ഒരു കലണ്ടർ രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മെനു വരുന്നത് എൻക്വയറീസ് ആണ്. നമ്മളൊരു മിനി CRM മൊഡ്യൂൾ സോഫ്റ്റ്വെയറിൽ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട്. കമ്പനിയിലേക്ക് വരുന്ന ലീഡ്സ്, എൻക്വയറികളൊക്കെ വരികയാണെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്കതിനെ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. സെയിൽസിലൊരു സ്റ്റാഫ് ഉണ്ടെങ്കിൽ ഈ എൻക്വയറി മൊഡ്യൂൾ മാത്രമായിട്ട് കൊടുക്കാൻ പറ്റും. കൊടുത്തിട്ട് ആ കസ്റ്റമറെ ഫോളോ അപ്പ് ചെയ്ത് എന്തൊക്കെയാണ് റെസ്പോൺസിലൊക്കെ ടൈപ്പ് ചെയ്തിട്ട് കറക്റ്റ് ഡേറ്റിൽ ഫോളോ അപ്പ് ഒക്കെ നടത്താൻ പറ്റും. അപ്പോൾ ആ കസ്റ്റമർ കൺവേർഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഓപ്ഷനായ സെയിൽസ് കൊട്ടേഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരു സാമ്പിൾ കൊട്ടേഷൻ കാണിച്ചു തരാം. ഈ ലെറ്റർ ഹെഡ് ഒക്കെ ചേഞ്ച് ആവും. ഏത് കമ്പനിയുടെ പേരിലാണോ ആ കമ്പനിയുടെ ലെറ്റർ ഹെഡ് ആയിരിക്കും വരിക. ഇതുപോലെ നമുക്കൊരു കൊട്ടേഷൻ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ടേംസ് ആൻഡ് കണ്ടീഷൻ, പേയ്മെൻറ്റ് ടേംസ് ഒക്കെ വെച്ചിട്ട്. ഇതെല്ലാം എഡിറ്റബിൾ ആണ്. എല്ലാം അഡ്മിനെ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഈ കൊട്ടേഷൻ അപ്രൂവ് ആയി കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഓപ്ഷനായ പ്രോജക്റ്റിലേക്ക് കടക്കാൻ പറ്റും. ആഡ് ന്യൂ പ്രോജക്റ്റ് കൊടുത്താൽ പുതിയൊരു പ്രോജക്റ്റ് ആഡ് ചെയ്യാൻ ഫോം ഉണ്ട്. വ്യൂ ഓൺ ഗോയിങ് പ്രോജക്റ്റ് എടുത്താൽ നമുക്ക് പ്രോജക്റ്റുകളൊക്കെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്യും. ഇതിലൊരു സാമ്പിൾ വർക്ക് ഞാൻ ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ ഈ സാമ്പിൾ പ്രോജക്റ്റിൻ്റെ ഡാഷ്ബോർഡാണ് ഇവിടെ കാണുന്നത്. ടോട്ടൽ എത്ര ബഡ്ജറ്റാണ് നമ്മൾ പ്രോജക്റ്റ് എടുത്തിരിക്കുന്നത്. ഈ പ്രോജക്റ്റിലേക്ക് എത്ര ഇൻവോയ്സ് കിട്ടിയിട്ടുണ്ട്, മീൻസ് പേയ്മെൻറ്റ് കളക്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ പ്രോജക്റ്റ് കോസ്റ്റ്, ടോട്ടൽ എക്സ്പെൻസ് പേയ്മെൻറ്റ്. പ്രോജക്റ്റ് കോസ്റ്റ് പറഞ്ഞാൽ നമ്മൾ ചിലവാക്കിയ പേയ്മെൻറ്റ്, ക്രെഡിറ്റ് എല്ലാം കൂടെ കൂടിയിട്ടുള്ള എമൗണ്ട്. ക്രെഡിറ്റ് ചിലപ്പം സപ്ലയർ ക്രെഡിറ്റ് ഉണ്ടാവും, ലേബർ ഉണ്ടാവും, സബ് കോൺട്രാക്ട് ഉണ്ടാവും, എല്ലാം കൂടെ കൂടിയിട്ടുള്ള എമൗണ്ട് ആണ്. ഇത് എക്സ്പെൻസ് പേയ്മെൻറ്റ് പറഞ്ഞാൽ നമ്മൾ ചിലവാക്കിയ പേയ്മെൻറ്റ് മാത്രമായിട്ട്. പിന്നെ സബ് കോൺട്രാക്ട് എത്ര ബഡ്ജറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ പർച്ചേസ് ബില്ല് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, സബ് കോൺട്രാക്ട് ബില്ല് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ലേബറിന് വേജ് എത്ര പോയിട്ടുണ്ട്, കോമൺ ആയിട്ടുള്ള എക്സ്പെൻസ് ബില്ല് എന്തൊക്കെ വന്നിട്ടുണ്ട്, സാലറി, ഓഫീസിലെ സ്റ്റാഫിൻ്റെ സാലറി എത്ര പോയിട്ടുണ്ട്, വെഹിക്കിൾ എത്ര പോയിട്ടുണ്ട്, പിന്നെ പർച്ചേസ് പേയ്മെൻറ്റ്സ് ഏതൊക്കെ ചെയ്തിട്ടുണ്ട്, സബ് കോൺട്രാക്ട് പേയ്മെൻറ്റ്, ഇങ്ങനെയെല്ലാം ഒരു സെപ്പറേറ്റ് റിപ്പോർട്ടായിട്ട് ഇവിടെ കാണാൻ പറ്റും. പിന്നെ പേയബിൾ ക്രെഡിറ്റും ആക്ച്വൽ പ്രോഫിറ്റും ബാലൻസ് ടു റിസീവും കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴേക്ക് വന്നാൽ പ്രോജക്റ്റിൻ്റെ ഓവറോൾ സമ്മറി നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോരോ ഹെഡ് വെച്ചിട്ട് ഡീറ്റെയിൽ ഇവിടെ കാണാൻ പറ്റും. പിന്നെ പ്രോജക്റ്റ് കോസ്റ്റ് സമ്മറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യേണ്ടത് ഈ പ്രോജക്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോജക്റ്റ് ലെഫ്റ്റ് സൈഡിൽ ഒരു മെനു, ഈ മെനുവിലാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. ഓവർവ്യൂവിലാണ് നമ്മൾ ഇത്രയും റിപ്പോർട്ട് കാണുന്നത്. രണ്ടാമത് പ്രോജക്റ്റ് ഇൻഫോ, പ്രോജക്റ്റ് കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ്. മൂന്നാമത് ക്ലയൻറ്റ് പേയ്മെൻറ്റ്, ഇൻവോയ്സ്. നമുക്ക് ഇൻവോയ്സ് മേക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ സോഫ്റ്റ്വെയറിലുണ്ട്. ഇൻവോയ്സ് മേക്ക് ചെയ്തിട്ട് കസ്റ്റമറിന് നമുക്ക് സെൻഡ് ചെയ്യാം. പിന്നെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആണ്. ഗവൺമെൻറ് പ്രോജക്റ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ EMD സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ BOQ ഉണ്ട്, ബിൽ ഓഫ് ക്വാണ്ടിറ്റി. ഒരു പ്രോജക്റ്റിലേക്ക് വരുന്ന മെറ്റീരിയൽ, ലേബർ, സബ് കോൺട്രാക്ട് എല്ലാം ഒരു ബിൽ ഓഫ് ക്വാണ്ടിറ്റി രൂപത്തിൽ നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ പ്രോജക്റ്റ് ഷെഡ്യൂളിംഗ് ഉണ്ട്.
സൈറ്റ് എഞ്ചിനീയേഴ്സിന് മൊബൈൽ ആപ്ലിക്കേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഓരോ ഷെഡ്യൂളുകളാക്കി അവർക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അവർക്ക് ഡെയിലി ആക്ടിവിറ്റി അപ്ഡേറ്റ് ചെയ്യാം മൊബൈൽ ആപ്പിൽ നിന്ന്. അപ്പോൾ ഡെയിലി സൈറ്റ് എഞ്ചിനീയേഴ്സിനെ വിളിച്ച് നോക്കേണ്ട ആവശ്യമില്ല. നമുക്കിവിടെ റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അവർ മൊബൈൽ ആപ്പിൽ നിന്ന് എൻ്റർ ചെയ്താൽ, റിപ്പോർട്ട് എൻ്റർ ചെയ്താൽ ഇവിടെ വന്നിട്ടുണ്ടാവും. ഇൻ കേസ് അവർ ഡിലേ ആയി കഴിഞ്ഞാൽ ഓവർ ഡ്യൂ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടാവും. പിന്നെ എക്സ്ട്രാ വർക്ക്, ഈ സാമ്പിൾ വർക്കിൽ എന്തെങ്കിലും എക്സ്ട്രാ വർക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കംപ്ലയിൻറ്റ്സ്, ഈ പ്രോജക്റ്റിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ പർച്ചേസിൻ്റെ സെക്ഷനാണ്. പർച്ചേസ് റിക്വസ്റ്റ് ഉണ്ട്, ഓർഡർ ഉണ്ട്, ബില്ലുണ്ട്. റിക്വസ്റ്റ് പറഞ്ഞാൽ സൈറ്റ് എഞ്ചിനീയേഴ്സിന് മൊബൈൽ ആപ്പിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്യാം, എനിക്ക് ഇന്ന മെറ്റീരിയൽ ആവശ്യമുണ്ട് പറഞ്ഞിട്ട്. അതനുസരിച്ച് ഓഫീസിൽ നിന്ന് അപ്രൂവ് ചെയ്തിട്ട് സപ്ലൈർ അടുത്ത് ഓർഡർ ആക്കി മാറ്റാം. ഓർഡർ ആക്കി മാറ്റുന്ന ടൈമിൽ നമുക്ക് സപ്ലൈയർ പ്രൊഫൈലൊക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സപ്ലൈയർ ക്രെഡിറ്റ് മാനേജ്മെന്റ് ഉണ്ട്. സപ്ലൈയറിൽ നിന്ന് ഓർഡർ ആക്കി മാറ്റിയ ഐറ്റം നമുക്ക് സൈറ്റിൽ എത്തിയിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ബില്ലാക്കിയിട്ട് എൻ്റർ ചെയ്യാം. അപ്പോൾ നമുക്ക് ടോട്ടൽ സ്റ്റോക്ക് എത്ര ഉണ്ടെന്നൊക്കെ കറക്റ്റ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അതുപോലെ തന്നെ സപ്ലൈയറെ പ്രൊഫൈൽ എടുത്ത് നോക്കിയാൽ അവരെ ക്രെഡിറ്റും അവർ ത്രൂ പർച്ചേസ് ചെയ്ത മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ അതും കാണാൻ പറ്റും. പിന്നെ സ്റ്റോക്ക് മാനേജ്മെന്റ്, നമ്മൾ കറണ്ട് സ്റ്റോക്ക് എത്ര ഉണ്ട് എന്നുള്ളതൊക്കെ കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ സ്റ്റോക്ക് ട്രാൻസ്ഫർ ഇൻ ഉണ്ട്. നമുക്ക് വെയർ ഹൗസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഈ സോഫ്റ്റ്വെയറിൽ. സ്റ്റോക്കായിട്ട് വെയർ ഹൗസിൽ നിന്ന് സ്റ്റോക്ക് ട്രാൻസ്ഫർ ഇന്ന് പറഞ്ഞാൽ വെയർ ഹൗസിൽ നിന്ന് ഈ സൈറ്റിലേക്ക് എന്തൊക്കെ മെറ്റീരിയൽ വന്നിട്ടുണ്ട്. അതുപോലെ ഈ സൈറ്റിൽ എന്തെങ്കിലും ബാലൻസ് മെറ്റീരിയൽ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത സൈറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ സ്റ്റോക്ക് കൺസപ്ഷൻ, എന്തൊക്കെ കൺസപ്ഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ലേബർ ഉണ്ട്. ഡെയിലി വേജസ് ആയി വർക്ക് ചെയ്യുന്ന ലേബേഴ്സിനെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ പറ്റും, അവരെ അഡ്വാൻസ് കൊടുക്കാൻ പറ്റും. നമുക്കിവിടെ ഗ്രൂപ്പ് ലേബറും ഉണ്ട്, ഇൻഡിവിജ്വലും ഉണ്ട്. ഗ്രൂപ്പ് പറഞ്ഞാൽ ടീം ലീഡറും അവരെ അണ്ടറിൽ വരുന്ന മെമ്പറും, ഇൻഡിവിജ്വൽ പറഞ്ഞാൽ ഓരോരുത്തർക്ക് കൊടുക്കാനുള്ള പേയ്മെന്റ്. ഇത് സൈറ്റ് എഞ്ചിനീയേഴ്സ് മൊബൈൽ ആപ്പിൽ നിന്ന് എൻ്റർ ചെയ്താൽ സിസ്റ്റത്തിലേക്ക് ഓട്ടോമാറ്റിക് റിപ്പോർട്ട് വന്നിട്ടുണ്ടാവും. പിന്നെ ടൂൾസ് മാനേജ്മെന്റ് ഉണ്ട്. ഓഫീസിലെ റെന്റ് ടൂള് അല്ലെങ്കിൽ ഓൺ ടൂള്, പല കമ്പനി ടൂള് വാങ്ങിച്ചു വെക്കും, സൈറ്റ് എഞ്ചിനീയർ കൊണ്ടുപോകും. ചിലപ്പോൾ അത് തിരിച്ചെത്താൻ ലേറ്റ് ആവും അല്ലെങ്കിൽ മിസ്സാവും. അപ്പം നമുക്ക് ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാം. ടൂൾസ് മൊത്തം സോഫ്റ്റ്വെയറിലേക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ടൂളാണോ സൈറ്റ് എഞ്ചിനീയർ കൊണ്ടുവന്നത് ആ ടൂള് സൈറ്റ് എഞ്ചിനീയർക്ക് മൊബൈൽ ആപ്പിൽ നിന്ന് മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ റിപ്പോർട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഓഫീസ് നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ ടൂള് പോയിട്ടുണ്ട്, തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ നോക്കാൻ പറ്റും. പിന്നെ സാലറി ആണ്. ഓഫീസിലെ സ്റ്റാഫിൻ്റെ സാലറി പ്രോജക്റ്റ് വൈസ് കൊടുക്കുന്നുണ്ടെങ്കിൽ സാലറി സ്ലിപ്പ് ജനറേറ്റ് ചെയ്യാം. പിന്നെ വെഹിക്കിൾ ഉണ്ട്. ഈ പ്രോജക്റ്റിൽ വെഹിക്കിൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വെഹിക്കിളിൻ്റെ വർക്ക് സ്ലിപ്പ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എക്സ്പെൻസ് ബില്ലുണ്ട്. നമുക്ക് ഓരോ ഹെഡ് വൈസ് എക്സ്പെൻസ് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഹെഡ് ഏത് കമ്പനിയാണോ ഇൻസ്റ്റാൾ ആ കമ്പനിക്ക് ഹെഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പ്ലസ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ആ ഹെഡ് ക്രിയേറ്റ് ചെയ്യാം, അതിന് അണ്ടറിലേക്ക് പേയ്മെൻറ്റ് ചെയ്യാം. പിന്നെ സബ് കോൺട്രാക്ട് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ പ്രോജക്റ്റിൽ അവർ ഏതൊക്കെ ടൈമിൽ പേയ്മെൻറ്റ് വന്ന് വാങ്ങിച്ചു പോയി, ഇനി എത്ര ബാലൻസ് പേയ്മെൻറ്റ് കൊടുക്കാനുണ്ട് എന്നുള്ളതൊക്കെ കറക്റ്റ് ട്രാക്ക് ചെയ്യാം. പിന്നെ പ്രോജക്റ്റ് ഡോക്യുമെൻറ്റ്സ്, ഈ പ്രോജക്റ്റിൽ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാനുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഡെയിലി ടാസ്ക് ഉണ്ട്. സൈറ്റ് എഞ്ചിനീയേഴ്സിന് ഡെയിലി എന്തെങ്കിലും ടാസ്ക് കൊടുക്കണമെങ്കിൽ നമുക്ക് ടാസ്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇൻ കേസ് അവർ ടാസ്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഓവർ ഡ്യൂ എന്നിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അവരെ പെർഫോമൻസ് ഒക്കെ അലൈൻ ചെയ്യാം. ഒരു മാസം അല്ലെങ്കിൽ 6 മാസം കൂടുന്ന ടൈമിൽ ഏതൊക്കെ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെന്നുള്ളതൊക്കെ. പിന്നെ ഡെയിലി നോട്ട് ഉണ്ട്. ഡെയിലി നോട്ടിൽ സൈറ്റ് എഞ്ചിനീയേഴ്സിന് ഡെയിലി നോട്ടുകൾ എൻ്റർ ചെയ്യാൻ പറ്റും വിത്ത് ഫോട്ടോ അടക്കം. ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന ടൈമിലും GPS ലൊക്കേഷൻ ട്രാക്ക് ചെയ്യും അവർ എവിടെ നിന്നാണ് അപ്ലോഡ് ചെയ്തതെന്നുള്ളത്. ഫോട്ടോ കാണണമെങ്കിൽ ജസ്റ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്താൽ ഫോട്ടോ കാണാൻ പറ്റും. പിന്നെ അസൈൻഡ് സൂപ്പർവൈസർ ഉണ്ട്. ഈ പ്രോജക്റ്റ് സൈറ്റ് എഞ്ചിനീയേഴ്സിൻ്റെ മൊബൈൽ ആപ്പിലേക്കാണെങ്കിൽ നമുക്കിവിടെ അസൈൻ ചെയ്താലേ കാണാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പോൾ അഡ്മിനിൽ ഇപ്പോൾ ഒരു 20 പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ ആ 20 എണ്ണം കാണാൻ പറ്റില്ല. അഡ്മിൻ അസൈൻ ചെയ്ത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. പിന്നെ ക്രെഡിറ്റേഴ്സ് ആൻഡ് ഡെബിറ്റേഴ്സ് ലിസ്റ്റ് ഉണ്ട്. ഈ പ്രോജക്റ്റിൽ മൊത്തം ഏതൊക്കെ ക്രെഡിറ്റേഴ്സിൻ്റെ ഡെബിറ്റേഴ്സിൻ്റെ ലിസ്റ്റ് ഒരു പേജിലായിട്ട് തന്നെ കാണാൻ പറ്റും. പിന്നെ ബാലൻസ് ഷീറ്റ് നമ്മൾ ഈ ഒരു പ്രോജക്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് പ്രോജക്റ്റിൻ്റെ ഉള്ളിൽ വരുന്ന ഓപ്ഷൻസ്. പിന്നെ മെയിൻ മെനുവിൽ വന്നാൽ നമുക്ക് കുറച്ചുകൂടി ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് അസറ്റ്സ് മാനേജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, കമ്പനിയുടെ അസറ്റ്സ് ഒക്കെ. പിന്നെ അക്കൗണ്ട്സ് മാനേജ്മെൻറ്റിൽ നമുക്ക് ലെഡ്ജേഴ്സ് ഒക്കെ എടുത്ത് നോക്കാൻ പറ്റും. ക്യാഷ്, ബാങ്ക്, എംപ്ലോയി, പ്രോജക്റ്റ്, സപ്ലയർ, ലേബർ, കോൺട്രാക്ടർ, വെഹിക്കിൾ ഓണർ, എക്സ്പെൻസ് ഹെഡ് ഒക്കെ വെച്ചിട്ട് ഞാൻ ക്യാഷിൻ്റെ ഒരു ജസ്റ്റ് ഒരു ലെഡ്ജർ കാണിച്ചു തരാം. ഇതുപോലെ നമുക്ക് ലെഡ്ജർ കിട്ടും, ഓരോ ട്രാൻസാക്ഷൻ നടത്തിയതിൻ്റെ ഡീറ്റെയിൽ, അതിൻ്റെ ടോട്ടൽ ബാലൻസ് നമുക്കിവിടെ ലാസ്റ്റ് പേജിൽ കാണാൻ പറ്റും.
പിന്നെ ലോൺ മാനേജ്മെന്റ് ഉണ്ട്. കമ്പനി സ്റ്റാഫിന് എന്തെങ്കിലും ലോൺ കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ കമ്പനി എന്തെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ പെറ്റി ക്യാഷ് ഉണ്ട്. സൈറ്റ് എഞ്ചിനീയേഴ്സിന് മൊബൈൽ ആപ്പിലേക്ക് പെറ്റി ക്യാഷ് റിലീസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെ പേയ്മെന്റ് പോയിട്ടുണ്ട്, അതിന് എന്തൊക്കെ അവർ ചിലവാക്കിയിട്ടുണ്ടെന്നൊക്കെ ട്രാക്ക് ചെയ്യാം. പിന്നെ അതർ ഇൻകം എന്ന ഓപ്ഷൻ ഉണ്ട്. നമ്മൾ പ്രോജക്റ്റ് വൈസ് അല്ലാതെ ചിലപ്പം ചില കമ്പനി ഡ്രോയിങ് വർക്ക് 3D വർക്കൊക്കെ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊരു അതർ ഇൻകം ഇൻവോയ്സ് ആയിട്ട് മേക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് ട്രാവൽ ടി എൻ്റെ ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഡെയിലി ടാസ്കിൻ്റെ റിപ്പോർട്ട് ഒരു പേജിലായിട്ട് തന്നെ കാണാൻ പറ്റും. ഏതൊക്കെ അതൊരു പ്രോജക്റ്റിൽ കയറേണ്ട, മെയിൻ മെനുവിൽ കയറിയാൽ മൊത്തം ഏതൊക്കെ ടാസ്കുകൾ പെൻഡിങ് ഉണ്ടെന്നുള്ളതൊക്കെ ഏതൊക്കെ പ്രോജക്റ്റിൽ ഉണ്ടെന്നുള്ള നോട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് ഓപ്പറേഷണൽ റിപ്പോർട്ടിൽ ഇൻകം എക്സ്പെൻസ് റിപ്പോർട്ട് ഉണ്ട്. നമുക്ക് മൊത്തം പ്രോജക്റ്റിൻ്റെ ഇൻകം എക്സ്പെൻസ് ഒക്കെ നമുക്ക് ഈ ഒരു എക്സ്പെൻസ് റിപ്പോർട്ടിൻ്റെ അകത്ത് കാണാൻ പറ്റും. പിന്നെ ഡേ ബുക്ക് ഉണ്ട്. ഡെയിലി സൈറ്റിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു പേജിലായിട്ട് തന്നെ കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഡേറ്റ് വൈസ് ഫിൽറ്റർ ചെയ്താൽ കാണാൻ പറ്റും. പല കമ്പനിയും ചെയ്യുന്നത് ഡേ ബുക്കിലേക്ക് എൻ്റർ ചെയ്തിട്ട് എന്നിട്ട് അത് പ്രോജക്റ്റിലേക്ക് മാറ്റുവാണ്. നമ്മളിവിടെ നേരെ തിരിച്ചാണ്. പ്രോജക്റ്റിനുള്ളിൽ നമ്മൾ ആക്ടിവിറ്റി കൊണ്ടുവരികയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക് ഡേ ബുക്കിൻ്റെ അകത്തേക്ക് വന്നിട്ടുണ്ടാവും. ഡേ ബുക്കിൽ ലിസ്റ്റ് ചെക്ക് ചെയ്താൽ എന്തൊക്കെ നടന്നിട്ടുള്ളത് കാണാൻ പറ്റും. പിന്നെ അറ്റൻഡൻസ് ആൻഡ് പേറോൾ ഉണ്ട്. ഡെയിലി അറ്റൻഡൻസ് റിപ്പോർട്ട് ഉണ്ട്. ആരൊക്കെ അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ കാണാൻ പറ്റും. സൈറ്റിലെ എഞ്ചിനീയേഴ്സിന് മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ അവർക്ക് മൊബൈൽ ആപ്പ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഏതൊക്കെ ഡേറ്റിൽ അവർ ലോഗിൻ ചെയ്തിട്ടുണ്ട്, പ്ലസ് അവരെ GPS ലൊക്കേഷൻ കൂടെ നമുക്ക് കാണാൻ പറ്റും. നമുക്കിവിടെ റൈറ്റിലേക്ക് സ്ക്രോൾ ചെയ്താൽ GPS ലൊക്കേഷൻ കിട്ടും. ഏതൊക്കെ സൈറ്റ് എഞ്ചിനീയർ ഏതൊക്കെ സ്ഥലത്താണ് നിൽക്കുന്നത് നമുക്ക് ട്രാക്ക് ചെയ്യാം. അതുപോലെ തന്നെ അവർ സൈറ്റ് വിട്ട് പോകുന്നതിൽ പഞ്ച് ഔട്ട് ഉണ്ട്. ആ ടൈമിൽ GPS ലൊക്കേഷൻ ട്രാക്ക് ചെയ്യും. പിന്നെ മന്ത്ലി അറ്റൻഡൻസ് റിപ്പോർട്ടൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ റിമൈൻഡേഴ്സ് ഉണ്ട്. നമുക്ക് പ്രോജക്റ്റ് വൈസോ അല്ലെങ്കിൽ വെഹിക്കിൾ വൈസോ റിമൈൻഡർ ഒക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ ആ റിമൈൻഡർ സെറ്റ് ചെയ്യാം. അതാത് ഡേറ്റിൽ റിമൈൻഡർ ഒക്കെ വന്നിട്ടുണ്ടാവും. പിന്നെ ഡാറ്റ മാനേജ്മെന്റിൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇത് ഏത് കമ്പനിക്കാണോ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആ കമ്പനിയുടെ ഡീറ്റെയിൽസ് ആണ് എൻട്രി ചെയ്യുന്നത്. ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽ, വർക്ക് ടൈപ്പ്, ഹോളിഡേയ്സ്, സപ്ലൈസ്, മെറ്റീരിയൽസ്, സബ് കോൺട്രാക്ട്, ഇതൊക്കെ അതാത് കമ്പനിയുടെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഡാറ്റകളാണ് എൻട്രി ചെയ്യേണ്ടത്. പിന്നെ യൂസർ അക്കൗണ്ടിൽ നമുക്ക് യൂസേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അക്കൗണ്ട്സ് മാനേജർ, GM, സൈറ്റ് എഞ്ചിനീയർ ആരെ വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ റോൾസ് ആൻഡ് പെർമിഷൻ എന്ന ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇപ്പോൾ ജനറൽ മാനേജർക്ക് എന്തൊക്കെ മൊഡ്യൂള് കാണണം എന്നുള്ളത് നമുക്കിവിടെ അഡ്മിന് നിശ്ചയിക്കാൻ പറ്റും. ഇപ്പോൾ അഡ്മിന് ഇപ്പോൾ എൻക്വയറീസ് GMന് കാണണ്ട, അത് ഓഫ് ചെയ്തിടാം. അതുപോലെ തന്നെ BOQ കാണണ്ട, അല്ലെങ്കിൽ അതർ ഇൻകം കാണണ്ട, അതൊക്കെ ആണെങ്കിൽ ഓഫ് ചെയ്തിടാം. ഓഫ് ചെയ്തിട്ടാൽ GMന് അത് കാണാൻ പറ്റില്ല. ഇത്രയാണ് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽ വരുന്നത്.